ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിൻ്റെ ക്രെഡിറ്റ് സീനെ പറ്റി പറയുന്നത് കൊണ്ട് ഇനി കുഴപ്പമില്ലല്ലോ, ഓൾറെഡി ഇത് സ്പോയിലായ സാധനമാണ്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് MCU എന്ന് പറയാം. MCUവിൽ ആദ്യമായിട്ട് ഈ പറയുന്ന നമ്മളുടെ ഫേവറേറ്റ് സൂപ്പർ വില്ലനെ കാണിച്ചിട്ടുണ്ട്. ഒരു ഗ്ലിംസ് ഒറ്റ സെക്കൻഡേ കാണിച്ചിട്ടുള്ളൂ, ഫേസ് പോലും കാണിച്ചില്ല, മാസ്ക് മാത്രമാണ് കാണിച്ചത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഡൂംസ്ഡേയിൽ എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ ഡൂമിൻ്റെ ഒരു ഒറിജിൻ സ്റ്റോറി അതിനകത്ത് പറയുന്നുള്ളത്. നമ്മൾ താനോസിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ തന്നെ ഒരു സൂപ്പർ വില്ലനായിട്ടൊരു ആയിരിക്കും ഈ ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. കുറേയധികം റൂമറുകളൊക്കെ ഞാൻ കണ്ടു. പക്ഷേ ഇന്നലെ ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ ഫാന്റാസ്റ്റിക് ഫോർ സിനിമകളിലും ഡോക്ടർ ഡൂമിനെ കാണിച്ചിട്ടുണ്ട് ആ സിനിമകളിലൊക്കെ. അതായത് റീഡ് റിച്ചാർഡ്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണ് ഈ പറയുന്ന ഫാന്റാസ്റ്റിക് ഫോർ ഉള്ള എല്ലാ യൂണിവേഴ്സിലും ഡോക്ടർ ഡൂമിനുള്ളത്. പക്ഷേ ഈ ഒരു സിനിമയിൽ മാത്രം ഡൂമിനെ പറ്റിയിട്ട് എവിടെയും പറഞ്ഞു കേട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഒരു യൂണിവേഴ്സിൽ ഡോക്ടർ ഡൂം ഇല്ല. ഡൂം വേറൊരു യൂണിവേഴ്സിൽ നിന്ന് മൾട്ടിവേഴ്സ് ട്രാവൽ ചെയ്തിട്ട് ഫ്രാങ്കിളിൻ്റെ പ്രസൻസ് ഉണ്ടായത് കൊണ്ട് വന്നതാണ് ഫ്രാങ്കിളിനെ കാണാനായിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഫ്രാങ്കിളിന് ഇനി വരാൻ പോകുന്ന ഡൂംസ്ഡേയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാകാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. പറയുന്നത് പോലെ തണ്ടർ ബോൾസിൽ നമ്മൾ കണ്ട ആ ഒരു സ്പേസ് ഷിപ്പിൽ ഫ്രാങ്കിളിനെ സ്റ്റീൽ ചെയ്തുകൊണ്ട് പോകുന്ന ഡൂമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു പോസിബിലിറ്റിയെ പറ്റിയിട്ടും പലരും പറയുന്നുണ്ട്. എന്താണെന്ന് ഇതുവരെ കൺഫേം ആയിട്ടില്ല. എങ്ങനെയാണ് ഈ പറയുന്ന റൂസോ ബ്രദേഴ്സ് അതിനെ സെറ്റ് ചെയ്തതെന്നാണ് എനിക്ക് അറിയേണ്ടത്. എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും തോട്ട്സ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻ്റ് ആയിട്ട് പറയാം. വെറൈറ്റി ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ.